ഓണം കഴിഞ്ഞു ഉത്രാടത്തിന് രാവിലെ 9 മണിയോട് കൂടി ഈ വരുന്ന വലിയ തോട്ടത്തിലെ പൂക്കളെല്ലാം വിറ്റ് തീർന്നു. അത് മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം അത്രക്ക് വലിയ രീതിയിലുള്ള ജനസഞ്ചയമായിരുന്നു ഇവിടെ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഈ നാഷണൽ ഹൈവേ അടുത്തായതുകൊണ്ട് ആ വഴിയെ പോകുന്ന ഒരുപാട് പേര് വന്ന് പൂക്കൾ വാങ്ങിച്ചു, നാട്ടുകാർ വാങ്ങിച്ചു, സുഹൃത്തുക്കൾ വന്ന്. അങ്ങനെ പൂക്കൃഷി കാണുവാനും കർഷകനെ സഹായിക്കാനും വേണ്ടി കർഷകൻ്റെ പൂ ഒരിക്കലും വിറ്റ് പോകാതിരിക്കാൻ പാടില്ല എന്ന പ്രതിജ്ഞയോടുകൂടി, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കർഷകന് കൊടുക്കുന്ന തരത്തിൽ ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ട് പൂക്കളെല്ലാം വിറ്റ് തീർന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പണം 30,000-ഓളം വരുന്ന ബന്ധിച്ച് നട്ട് വളർത്തി ഇത്രമാക്കിയപ്പോൾ നമുക്ക് 1,80,000 രൂപ ചിലവായി. തൈക്ക് അറിയാം, ഒരു തൈക്ക് 3 രൂപ മുതൽ 7 രൂപ വരെയുള്ള തൈകളാണ്. അപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം അടുത്ത് രൂപ ബന്ധി തൈകൾക്ക് മാത്രമായി. അപ്പോൾ പലർക്കും ചോദിക്കാം, അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉൽപ്പാദിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കാം. പക്ഷേ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള പെരുമ്പളത്തുള്ള ശ്രീ അഗ്രി ഫാമിൻ്റെ ഉടമ നമ്മുടെ ശ്രീകുമാറിനോടാണ് തൈകൾ പറഞ്ഞത്. ശ്രീകുമാർ ന്യായമായ രീതിയിൽ തൈകൾ നമുക്ക് തന്നു. എങ്കിലും 1 ലക്ഷത്തിന് രൂപ അടുത്ത് തൈകൾക്ക് വിലയായി. എന്നാൽ ബാക്കിയുള്ള അനുബന്ധ ജോലികൾ, പറമ്പൊരുക്കണം, ട്രാക്ടർ വെക്കണം, അത് കഴിഞ്ഞ് വരമ്പുണ്ടാക്കണം, കുമ്മായി വിടണം, കോഴിവളം വിടണം, വേപ്പമണ്ണാക്കണം, ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ നമുക്ക് 80,000-ഓളം രൂപ ചിലവായി. 300 ചാക്കോളം കോഴിവളം. ഒരു ചാക്ക് കോഴിവളം ഇവിടെ കിട്ടുന്നത് 120 രൂപയ്ക്കധികമാണ്. 38,000-ഓളം രൂപ കോഴിവളത്തിനായി. 3 ചാക്കോളം വരുന്ന വേപ്പമണ്ണാക്ക് ഉപയോഗിച്ചു, 150 കിലോളം. അങ്ങനെ വരുമ്പോൾ അതിന് ഒരു ചാക്കിന് ഏതാണ്ട് 1,600 രൂപയെല്ലാം വില വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി പരിശോധിച്ച് കഴിഞ്ഞു. പിന്നെ കുമ്മായം ഉപയോഗിക്കേണ്ടി വന്നു, ഡോളോമൈറ്റ് ഉപയോഗിച്ചു, പിന്നെ പണിക്കൂലി. ഇതെല്ലാം പോരാഞ്ഞിട്ട് നമ്മൾ പോളിയാർ വളങ്ങൾ സ്പ്രേ ചെയ്തു. അതോടൊപ്പം തന്നെ ട്രിപ്പിലൂടെ കടത്തി വിട്ടു, NPK അടക്കമുള്ളവ. കാരണം പൂവുണ്ടാകണം, വലുതാകണം, നഷ്ടമുണ്ടാകാൻ പാടില്ല. അങ്ങനെ 1,80,000-ഓളം രൂപ ഈ വലിയ തോട്ടം നിർമ്മിക്കുന്നതിനും നമുക്ക് ചിലവായി. പിന്നെ ഞാനും ഭാര്യയും കുട്ടികളും അടക്കമുള്ളവരുടെ അധ്വാനം വേറെയാണ്. പൂ പറിക്കുന്ന ദിവസം ഉണ്ടായ ചിലവുകൾ വേറെയാണ്. അപ്പോൾ ഞങ്ങളുടെ അധ്വാനം മാറ്റി നിർത്തിയാലും, അവസാന നിമിഷത്തുണ്ടായ ഒരു 10,000-15,000-ഓളം ചിലവ് മാറ്റി നിർത്തിയാലും 1,80,000 എന്നുള്ളത് കൃത്യമായ കണക്കാണ്. ആ 1,80,000 രൂപയുടെ പൂക്കൾ ഇവിടുന്ന് കിട്ടിയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ കണക്കെഴുതിയിട്ടു. അത്തം മുതൽ നാളെ മുതൽ വിളവെടുപ്പ് കാലം മുതൽ ഉത്രാട ദിവസം രാവിലെ 9 മണി വരെയുള്ള വിളവെടുപ്പിൽ നമുക്ക് കിട്ടിയ തുക എന്ന് പറഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ ആലോചിച്ച് നോക്ക്. ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം അത്രക്ക് ഹാർഡായ വർക്കായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ തോട്ടം നിർമ്മിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വല്ലെന്നും പലർക്കും തോന്നത്തില്ല. പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൂക്കൾ സംരക്ഷിക്കുക, പൂക്കൾ നമ്മൾ മറിഞ്ഞു ഉപയോഗിക്കാൻ വേണ്ടി മുളകളിട്ട് സ്ഥാപിച്ചതിന് ശേഷം കയറുകളിട്ട് വലിച്ചു കെട്ടുക, ഭയങ്കര ചിലവായിരുന്നു. അങ്ങനെ ചിലവ് കൂടിയ എല്ലാ ജോലികളും നമ്മൾ ചെയ്തു. പക്ഷേ എന്നിട്ടും നമ്മൾ പ്രതീക്ഷിച്ച പൂ കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? മഴ പെയ്തു. മഴ തുടർച്ചയായ മഴകളായിരുന്നു. ആ മഴ സമയത്ത് ആദ്യമുണ്ടായ വലിയ പൂക്കളെല്ലാം അഴുകിപ്പോകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പൂക്കൾ അഴുകിപ്പോയി. ആ അഴുകിപ്പോകാതിരുന്നെങ്കിൽ, നമ്മൾ അത്ര പൂക്കൾ അഴുകാതിരുന്നെങ്കിൽ ലാഭത്തിലേക്ക് വരുമായിരുന്നു. അപ്പോൾ 1,80,000 രൂപ മുതൽ മുടക്കി കൃഷി ചെയ്ത എനിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത്, പൂ വിറ്റത് ഉത്രാട ദിവസം വരെയുള്ള തുക എന്ന് പറഞ്ഞത് 1,65,000 രൂപയുടെ പൂവാണ് വിറ്റത്. എന്ന് പറഞ്ഞാൽ 1,80,000 നിന്നും 1.5 ആക്കിയാൽ 15,000-ഓളം രൂപ പൂ കൃഷിയിൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് സർക്കാരിൽ നിന്ന് ഒരുപാട് പണം കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ നാട്ടുകാരൊക്കെ പറയും, നിനക്ക് നഷ്ടം വന്നാൽ എന്താ, ഗവൺമെൻറ്റിൽ നിന്ന് കുറേ കാശ് കിട്ടുമല്ലോ, കൃഷിഭവനിൽ നിന്ന് കുറേ കാശ് കിട്ടുമല്ലോ. കാശും കിട്ടും. എത്ര കിട്ടുന്നത്? 1 ഹെക്ടർ സ്ഥലത്ത് പൂക്കൃഷി ചെയ്താൽ കിട്ടുന്നത് 16,000 രൂപ. അത് മനസ്സിലാക്കിക്കൊള്ളണം. 1 ഹെക്ടർ, അതായത് 2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് പൂക്കൃഷി ചെയ്താൽ സർക്കാരിൻ്റെ സഹായമായി ലഭിക്കുന്നത് 16,000 രൂപ. പൂക്കൃഷി ചെയ്യാൻ കഴിയുന്നവരെ സഹായിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണം. പൂക്കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ടാകണം. നമ്മുടെ നാട്ടിലെ പൂക്കർഷകരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ഒരു പദ്ധതി നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കർഷകനുള്ളത് പറയാനുള്ളത്. അടുത്ത വർഷം പൂക്കൃഷി ചെയ്യണില്ല എന്ന് ഞാൻ പറയുന്നില്ല.
സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ചെയ്തിരിക്കും, അതിൻ്റെ ഹോബിയാണ്. പക്ഷേ പൂക്കൃഷി കൊണ്ട് രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം തീർത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അപ്പം വന്നവരും കണ്ടവരും നിന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.